ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴായിട്ടും ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഓക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ആമസോണിൽ നിന്ന് പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഹെൽത്ത് റിലേറ്റഡ് ആക്സസറീസിനെ കുറിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ചിലതൊക്കെ 6 മാസത്തിൽ കൂടുതൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് വെർത്തായിരുന്നോ അതോ ചുമ്മാ വേസ്റ്റ് ആയിരുന്നോ എന്നുള്ളതാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഒട്ടും നേരം വൈകേണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തത് ഒരു ഐ മസാജർ ആണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഐ മസാജർ അല്ലേ, അങ്ങനെ ഞാനും ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു ഐ മസാജർ. ഇത് അഗാരോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഐ മസാജർ ആണ് കേട്ടോ. ഇത് കണ്ടത് നമുക്ക് തന്നെ ഫോൾഡ് ചെയ്യാൻ പറ്റും, ഒരു 180 ഡിഗ്രി വരെ ഫോൾഡ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല കണ്ടത്, ഇതിങ്ങനെ നമുക്ക് നമ്മുടെ തലയുടെ ഇതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐ മസാജർ ആണ് കേട്ടോ. ഞാൻ സാധാരണ എന്താ ചെയ്യാന്നറിയോ, എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ആയിട്ട്, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ഒരുപാട് നേരം മൊബൈലൊക്കെ നോക്കി കണ്ണൊക്കെ ഭയങ്കര ആ ഒരു സ്ട്രെയിനും സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യണ സമയത്ത് ഭയങ്കര റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും കിടക്കുക, അല്ലെങ്കിൽ ആ കൗച്ചിൽ അങ്ങനെ ചാരി കിടന്നിട്ട് ഇതിൽ നമുക്കൊരു 15 മിനിറ്റ് നേരം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 തരത്തിലുള്ള മോഡുണ്ട്, നമുക്ക് പല രീതിയിലുള്ള മോഡുണ്ട്, സോഫ്റ്റ് മോഡ്, റിലാക്സ് മോഡ്, അങ്ങനെ പല രീതിയിലുള്ള മോഡുകളുണ്ട്. നമുക്ക് ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്തിട്ട് നമ്മളിതിൽ ഒരു 15 മിനിറ്റ് നേരം നമ്മളിത് സെറ്റ് ചെയ്ത് കിടന്നാണല്ലോ ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു ഐ മസാജ് കൊടുക്കും. ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ആ ഒരു എയർ പ്രഷറൊക്കെ ചൂസ് ചെയ്യാം. നമുക്ക് മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂടൂത്തിൽ നിന്ന് നമ്മുടെ മൊബൈലിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങനെ മ്യൂസിക് കേൾക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നമുക്ക് അങ്ങനെ ലൗഡായിട്ടുള്ള മ്യൂസിക് അല്ല, ഭയങ്കര ഇത് കേൾക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ള രീതിയിലുള്ളൊരു എന്താ പറയുക, ഒരു നല്ല രീതിയിലുള്ളൊരു ഐ മസാജ് നമുക്ക് നന്നായിട്ട് കൊടുക്കും. അപ്പോൾ നല്ല രീതിയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ സംഭവം ഇത് വെർത്താണ്. നമുക്ക് തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഒരുപാട് നേരം ഇങ്ങനെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈലിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്, അല്ലെങ്കിൽ ഒരുപാട് നേരം അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, നല്ല രീതിയിലൊരു റിലാക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വെർത്താണ് ഈ സംഭവം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, ഇത് സംഭവം എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ അഗാരോൻ്റെ സുപ്രീം ഐ മസാജർ. ഇതിൽ കണ്ടോ 4 ബട്ടണാണ് വരുന്നത്. ഇതിൽ വലിയ ബട്ടൺ നമുക്ക് പവർ ഓൺ ആക്കാനും ഓഫ് ആക്കാനും, പിന്നെ നമുക്ക് മോഡ് ചേഞ്ച് ആക്കാനും 5 മോഡ് വരുന്നുണ്ട്. സോഫ്റ്റ് മോഡ്, റിലാക്സ് മോഡ്, അങ്ങനെ പല രീതിയിലുള്ള 5 മോഡ് വരുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള ബട്ടണാണ് ഇത്. പിന്നെയുള്ളത് നമുക്ക് ഈ എയർ, നമ്മുടെ കണ്ണിലേക്ക് എയർ പ്രഷർ കംപ്രഷൻ, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണാണ്. സ്ട്രോങ് വേണോ സോഫ്റ്റ് വേണോ എന്നൊക്കെ ഉള്ളതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെയുള്ളത് മ്യൂസിക്, അതായത് മ്യൂട്ട് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ, വോളിയം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. പിന്നെയുള്ളതാണ് ഈ ഒരു ഹീറ്റിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്, ലോ ഹീറ്റ് വേണോ ഹൈ ഹീറ്റ് വേണോ എന്നൊക്കെ ഉള്ളത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കണ്ടോ അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല രീതിയിൽ നമുക്ക് ആ ലൈറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ കണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കൊരു മസാജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതിൽ ഒരു 15 മിനിറ്റ്സ് ഓട്ടോ ഷട്ട് ഡൗൺ ആണ്, നമുക്ക് 15 മിനിറ്റ്സ് ആണ് ഇതിൽ ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഷട്ട് ഡൗൺ ആവും. ഇത് നമുക്ക് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ കണ്ണിനനുസരിച്ച് നമ്മുടെ ആ ഹെഡ് സ്ട്രാപ്പൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് റിലാക്സ് ആയിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് നമ്മൾ ആ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുക, ഓൺ ആക്കിയിട്ട് നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു തലവേദനയൊക്കെ ഉണ്ടാവില്ല ഇടയ്ക്ക്, അങ്ങനെയുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റിലാക്സ് ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ ഭയങ്കര മൈഗ്രെയിൻ ഒന്നുമുള്ള സമയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കോട്ടൺ ക്ലോത്തൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ, എവിടെയെങ്കിലും വെയിലൊന്നും പെടാതെ. പിന്നെ സാധാരണ സി ടൈപ്പ് കേബിൾ വെച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാവുന്നതാണ്. ബ്ലൂടൂത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടൊക്കെ നമുക്ക് മൊബൈലിൽ അങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാം. പിന്നെ 1 ഇയർ വാറണ്ടി ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഇതുവരെയും കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല ഇതുവരെയും യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും എനിക്കിത് കൊള്ളാം, നന്നായിട്ട് വെർത്തായിട്ട് തോന്നി. ഓക്കെ, അടുത്തത് കംപ്രഷൻ സോക്സ് ആണ് കേട്ടോ. കണ്ടോ, ഇതൊരു സോക്സ് ആണ്, പക്ഷെ നമ്മുടെ സാധാരണ സോക്സിനേക്കാൾ ഒരു 4 ഇരട്ടി നീളം ഉണ്ട് ഇതിന്. കണ്ടോ, ഇത് നമ്മളുടെ സാധാരണ സോക്സിനേക്കാളും ഭയങ്കര തിക്കായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത്. നമ്മളെ സാധാരണ സോക്സ് പോലത്തെ ഒരു മെറ്റീരിയലും അല്ല, കുറച്ചും കൂടി ഭയങ്കര തിക്കായിട്ടുള്ള കുറച്ചും കൂടി മെഡിക്കേറ്റഡ് പർപ്പസിലുള്ള ഒരു സോക്സ് ആണ് ഈ കംപ്രഷൻ സോക്സ് എന്ന് പറയുന്നത്. എന്താണ് കംപ്രഷൻ സോക്സ് എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് നേരം നിന്നിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ദൂരം നടക്കണം ഒരു ദിവസം, അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ ഓഫീസിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ ആ ഒരു കാലുവേദന
കാലുവേദന അല്ലെങ്കിൽ മസിൽ ക്രാംസ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്, ഈ കംപ്രഷൻ സോക്സ്. അപ്പോൾ ഈ കംപ്രഷൻ സോക്സ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലത്തെ ആ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് ഈ മസിൽ ക്രാംസ്, അതായത് നീ പെയിൻ അതേപോലെ തന്നെ മസിൽ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ അതൊന്ന് ശരിയാക്കി നല്ല രീതിയിൽ റെഗുലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോക്സ് ആണ് ഈ ഒരു കംപ്രഷൻ സോക്സ്. എനിക്ക് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എസ്പെഷ്യലി ഈ വാക്കിംഗ് ഒക്കെ പോണ കാരണം എൻ്റെ കാല് എപ്പോഴും വേദനയായിരിക്കും. പക്ഷേ ഈ സംഭവം ഇട്ടതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് കുറേ ദൂരം നമുക്ക് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ടോ നല്ല നീളം വരും, നമ്മുടെ മുട്ടിന് മുകളിൽ നീളം വരും. അപ്പോൾ ഞാൻ സാധാരണ മുട്ടിന് താഴെയായിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ ഒരുപാട് ദൂരം നിന്നിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കുറേ ദൂരം നടക്കേണ്ടി വരും എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടാനൊരു ഇത്തിരി ടാസ്ക്കാണ്, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ സംഭവം നല്ല രീതിയിൽ വെർത്താണ്. പിന്നെ ഇത് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ നമ്മുടെ സാധാരണ ഒരു സോക്സ് വാങ്ങണേക്കാളും, അതായത് ഒരു 3 സെറ്റ് വാങ്ങുമ്പോൾ ഒരു 1000 രൂപയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരെണ്ണത്തിന് തന്നെ നമുക്ക് 700-800 രൂപേൻ്റെ അടുത്ത് വില വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. മറ്റേ സാധാരണ സോക്സിനേക്കാളും ഇതിൻ്റെ ക്വാളിറ്റിയിലും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോക്സ് എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് നിന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ്, നടക്കേണ്ടി വരുന്നുണ്ട്, പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കാലുവേദന നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഇതെന്തായാലും വെർത്താണ്. ഓക്കെ, അടുത്തതാണ് ദേ അബ്ഡമൻ ബെൽറ്റ്. എല്ലാവരെയും അറിയുന്ന ഒരു സംഭവമായിരിക്കും. ഒരിടയ്ക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നത്. ഞാനിത് കുറേ കൊല്ലങ്ങളായിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൊല്ലമായിട്ടുണ്ടാവും ഈ ഒരു സാധനം. ഇതെൻ്റെ 2-3ാമത്തെയൊക്കെയാണ്. ഇത് ഇടുന്ന സമയത്ത് വയറ് കുറയോ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇത് ഇടുന്ന സമയത്ത് നമ്മുടെ ഈ നടുവിനൊക്കെ ഉണ്ടല്ലോ, അതായത് നമുക്ക് ആ ഒരു സപ്പോർട്ടാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു റിലാക്സിങ് ഫീൽ കിട്ടും. ഇതിട്ടിട്ട് നമ്മൾ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് ആ ഒരു നടുവിനൊക്കെ നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നടുവേദന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്നും ഇട്ട് നോക്കുക. വയറ് കുറയോ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇട്ടുകൊണ്ട് അങ്ങനെ വയറ് കുറയോ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ മറ്റുള്ള പർപ്പസിനൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇത് മേടിക്കുന്ന സമയത്ത് സൈസ് നോക്കി മേടിക്കണേ. വൺസ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് റിട്ടേൺ അടിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രശ്നമുള്ളത്. ഞാൻ അറിയാതെ സ്മോൾ സൈസാണ് മേടിച്ചത്. പക്ഷേ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഫിറ്റാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഒന്നൊന്ന് കറക്റ്റായിട്ട് സൈസൊക്കെ നോക്കി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റില്ല, അതായത് നമ്മുടെ പൈസ പോവില്ല. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും എനിക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആയിരുന്നു. ഞാൻ യൂസ് ചെയ്തത് ടൈനോർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഈ ഒരു അബ്ഡമൻ ബെൽറ്റ് ആയിരുന്നു കേട്ടോ. ഇത് തന്നെയാണ് ഞാൻ മുന്നേയും യൂസ് ചെയ്തിട്ടായിരുന്നു. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അങ്ങനെ ഇതായി പോവും, ഇങ്ങനെ എക്സ്പാൻഡ് ആയി പോവും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഞാൻ സ്മോൾ സൈസാണ് മേടിച്ചേക്കണം, എന്നാലും എനിക്കിപ്പോൾ നല്ല രീതിയിൽ ഇത് കറക്റ്റ് തന്നെയാണ് സംഭവം. ഇത് വാങ്ങിയിട്ട് എനിക്ക് അങ്ങനെ കുഴപ്പമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ആ സൈസ് മാത്രം ഒന്ന് നോക്കി മേടിച്ചാൽ മതി. അടുത്തത്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ഈ ബോഡി ഷേമിംഗ് ഒക്കെ നേരിടേണ്ടി വന്ന ആൾക്കാരായിരിക്കും. ഒന്നില്ലെങ്കിൽ തടി കുറഞ്ഞു അല്ലെങ്കിൽ തടി കൂടി, ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്നെ ഓക്കെ തടി കൂടുതലാണെന്നൊക്കെ പറയുമ്പോഴും നമുക്കങ്ങനെ ഓക്കെ കുറയ്ക്കാമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് എവിടെയുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ള, അതിൽ എന്നെ നല്ല രീതിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയോടെ ഇരിക്കേണ്ടി വന്നിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതായത് എന്നെ ആൾക്കാർ ദൂരേന്നേ കണ്ടുപിടിക്കണത് എൻ്റെ കൂന് വെച്ചിട്ടാണ്. ഞാൻ എപ്പോഴും എൻ്റെ പുറത്ത് നോക്കിയിട്ടാണ് എന്നെ ഞാനാണെന്ന് കണ്ടുപിടിക്കുക. അത്രയും രീതിയിൽ എനിക്ക് ഈ കൂനുണ്ട് എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മനസ്സിലുണ്ട് ഓക്കെ ഞാൻ നിവർന്ന് നിൽക്കണം, ഞെളിഞ്ഞ് നിൽക്കണം, ഇങ്ങനെയൊക്കെ നിൽക്കും ഞാൻ. പക്ഷെ ഒരു 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോകും. എൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെ കൂടിയിരിക്കാൻ തുടങ്ങും. അത് നമുക്ക് എന്താ പറയുക, എത്ര നമ്മളത് ഇതാക്കിയാലും നമുക്കതങ്ങനെ മാറ്റാൻ പറ്റുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഈ സംഭവം ഞാൻ ട്രൈ ചെയ്തിട്ടത്. ഞാൻ കുറേ ആയി മേടിച്ചിട്ട് ഈ ടൈനോറിൻ്റെ ഈ ഒരു പോസ്ചർ കറക്ഷൻ ബെൽറ്റ് കണ്ടോ, ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു സ്കൂൾ ബാഗ് പോലത്തെ ഒരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത്. ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഒരു പോസ്ചർ കറക്ഷൻ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ ഈ സംഭവം വാങ്ങിയിട്ട് ഇതെന്താ യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഇടണ സമയത്ത്, അതായത് നമ്മൾ ഇടണ സമയത്ത് ഓക്കെ നല്ല രീതിയിൽ നമ്മളിങ്ങനെ നെടുനിവർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കും എന്നൊക്കെ തോന്നും.
പക്ഷേ ഉണ്ടല്ലോ ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. നമുക്കിങ്ങനെ കാരണം ഇതിങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ നിവർത്തി വെച്ചേക്കാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രാക്ടിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇട്ടിട്ട് നല്ല ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാനൊന്നും ഇത് ഇട്ടിട്ട് വലിയ രീതിയിൽ വലിയ സുഖമായിട്ടൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇത് വാങ്ങിയ സമയത്തൊക്കെ ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യൂസ് ചെയ്ത് നോക്കി. പിന്നെ ഒന്നും ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വാങ്ങി ഇങ്ങനെ പോയാലും ഒരു 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. എന്നാലും പക്ഷെ ഞാൻ ആ ഒരു സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുമെന്നല്ലാണ്ട്, ഇടണ സമയത്ത് പറഞ്ഞ പോലെ നമുക്കൊരു ഇതുണ്ട് എന്നല്ലാണ്ട് വേറെ ഇത് ഇട്ടുകൊണ്ട് നമുക്ക് നമ്മളുടെ പോസ്ചർ മാറിയെന്നും ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ട് എനിക്ക് വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെ ഒരു 100-800 രൂപേൻ്റെ അടുത്ത് വില വന്നിട്ടുണ്ട് ഇത് വാങ്ങണ സമയത്ത്. അപ്പോൾ ഇതാണ് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടി മേടിച്ച സാധനം ഇതായിരുന്നു. പക്ഷേ ഉള്ളതിൽ വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻമെൻറ്റ് ഇതാണ്. ഇത് നമുക്ക് വാങ്ങിയിട്ട് അങ്ങനെ വലിയ രീതിയിൽ യൂസ്ഫുൾ ആയില്ല എന്നുള്ളതാണ് എനിക്ക്. ഇത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം.